ഇല്ല, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പഴയ ഒരു സിനിമയിൽ പറയുന്നത് പോലെ തേങ്ങ ഇപ്പോൾ ഉടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അദ്ദേഹം അങ്ങനെയൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുന്നത്? കയ്യിൽ നല്ല തേങ്ങയോ ബോംബോ ഉണ്ടെങ്കിൽ അങ്ങ് എറിഞ്ഞ് പൊട്ടിക്കാലോ. ആ ബോംബ് കയ്യിലിരുന്ന് പൊട്ടാതെ പ്രതിപക്ഷ നേതാവ് നോക്കുന്നതായിരിക്കും നല്ലത്. കേരളത്തിൽ ഇതിനു മുമ്പും ഇത്തരം ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് വി ഡി സതീശൻ എന്ന് നമുക്കറിയാം. അതിൻ്റെ എല്ലാം അനന്തര ഫലങ്ങൾ എന്തായിരുന്നു എന്നും കേരളീയ സമൂഹം കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ കോൺഗ്രസ് എത്തി നിൽക്കുന്ന അധപ്പതനത്തിൻ്റെ കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലുമെല്ലാം ചർച്ചയായി വരുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള എത്രയോ ആരോപണങ്ങൾ ഈ കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ എത്രയോ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെല്ലാം എവിടെ പോയി? അതെല്ലാം രാഷ്ട്രീയ ആരോപണങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം പ്രതികരിച്ചതിന്റെ സ്വഭാവം കണ്ടിട്ട് എന്താണോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എത്തിപ്പെട്ട പ്രതിസന്ധി, അതിലേക്ക് ആരൊക്കെ വഴിവെച്ചു, ഇപ്പോൾ അത് അദ്ദേഹത്തിലേക്ക് തന്നെ തിരിക്കുന്നു CPM. ആ ഘട്ടത്തിലാണ് CPM-നോട് സമാനമായൊരു വെല്ലുവിളി തിരികെ നടത്തുന്നത്. അത് ഇതുവരെ വന്ന രാഷ്ട്രീയ ആരോപണങ്ങളുടെ സ്വഭാവത്തിലുള്ളതല്ലല്ലോ നിതിൻ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു MLA-ക്കെതിരായി വന്നിട്ടുള്ള ആരോപണം രാഷ്ട്രീയമായി ആരെങ്കിലും കെട്ടിച്ചമച്ചതാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായി ഉയർന്നു വന്നൊരു ആരോപണമാണോ? അങ്ങനെയല്ല. കേരളത്തിനകത്ത് ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രൂപത്തിലുള്ള വാർത്തകളല്ലേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ MLA-യെ സംരക്ഷിക്കാനുള്ള വെമ്പലല്ലേ അദ്ദേഹം കൊള്ളുന്നത്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനവും അദ്ദേഹം പത്രക്കാരെ നേരിട്ട രീതിയും അദ്ദേഹം വിരൽ ചൂണ്ടി നടത്തിയിട്ടുള്ള അംഗവിക്ഷേപങ്ങളും അതിനെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമെല്ലാം നോക്കിയാൽ ഇന്നലെ വരെ കണ്ട പ്രതിപക്ഷ നേതാവ് അല്ലല്ലോ. അപ്പോൾ ഭയപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങനെ ഉടയ്ക്കാൻ പറ്റിയ ബോംബോ പൊട്ടിക്കാൻ പറ്റിയ ബോംബോ ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കരുതി വയ്ക്കുന്നത്? എന്തിനാ? കേരളീയ സമൂഹത്തെ ഞെട്ടിക്കാൻ പോകുന്ന എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ആ വിവരം അദ്ദേഹം പുറത്തുവിടുകയല്ലേ വേണ്ടത്. ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ് എങ്കിൽ ഇങ്ങനെ അല്ല അദ്ദേഹം പ്രതികരിക്കേണ്ടത്. എന്താണോ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വിവരം എന്താണോ കേരളീയ സമൂഹം അത്ര ഞെട്ടലോടുകൂടി കേൾക്കാൻ അല്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്ന വാർത്ത എന്താണോ ആ വാർത്ത അദ്ദേഹം പുറത്തുവിടുകയില്ല. അതല്ലൊരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്. പകരം ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ സതീശന് വേണ്ടി വാദിക്കുകയല്ല, സതീശന്റെ വാക്കുകളിൽ നിന്നത് വ്യക്തമാണ്. കാരണം അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള അത്രയും കാലതാമസം പോലും അതിനുണ്ടാകില്ല എന്നാണ് ഇതിന്റെ ശബ്ദം എന്ന് പറയുന്നത്. ഇതിന് അങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കാൻ വയ്യ, സാങ്കേതിക പ്രശ്നം പരിഹരിക്കണം.